പേപ്പർ ക്ലിയറിലാണ് 60 രൂപ വരും. വെറും 60,000 രൂപയ്ക്ക് 5 വർഷം പേപ്പർ എടുത്തിട്ട് ടാക്സ് 5 വർഷത്തിന് പുതിയ ഫുൾ പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ എത്ര 60,000 രൂപയ്ക്ക് 5 വർഷം പേപ്പർ കൊടുക്കും. 40,000 ചോദിച്ചാൽ 35,000 രൂപയ്ക്ക് 1,800 കൊടുക്കാം അല്ലേ? ആൾക്കാരെ വന്നാൽ വേണമെങ്കിൽ കുറക്കുവോ ഇല്ലല്ലോ? 1,00,000 രൂപ സെന്നസിൽ കൊടുക്കുക, 60,000 രൂപയ്ക്ക് മാരുതി സെന്നും കൊടുക്കാം. എന്നാ ഞാനുണ്ടല്ലോ, ഞാൻ 2014 മോഡല് 14 മോഡല് ഞാനാണല്ലേ. 1,40,000 രൂപയ്ക്ക് ഐറ്റം ഗ്രാൻഡ് കൊടുക്കുക. കാപ്പറ്റ് 1.2 ഇഞ്ച് വണ്ടിയില്ലേ, നല്ല വൃത്തിലുണ്ട്. 1,85 ഫൈൻ. 1,85,000 രൂപയ്ക്ക് വെള്ള കളർ ഗോപ്ലസ് കൊടുക്കുക. ഇനി ലോണൊക്കെ ആണെങ്കിലോ ലോൺ നമുക്കൊരു 1,60 വരെ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. ആൾക്കാർ വന്നോടല്ലേ, ലോൺ നമുക്ക് 2 രൂപ മേലക്ക് ലോൺ ചെയ്യാം. ലോൺ കയറും. 50,000 40,000 മുടക്കില് നിസാൻ സണ്ണി ഇറക്കാല്ലേ കൊടുക്കാം. ആണെങ്കിൽ 1,80 കൊടുക്കാം. 1,80,000 രൂപയ്ക്ക് യോൺ കൊടുക്കും നമ്മള് അല്ലെ. ഇനി ലോണൊക്കെ ഫുൾ ലോണും കയറ്റി കൊടുക്കുക. 1,60 മേലക്ക് ലോൺ കിട്ടും. നമ്മളങ്ങനെ വീണ്ടും തിരൂര് പുത്തനത്താനുള്ള സൺ യൂസർ കാത്തിന് വേണ്ടിയെത്തിക്കണ്ടേ. കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലേശം 10-25 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് പ്ലോട്ടിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ്, ചെറുവണ്ടി ഷോപ്പാണ്. ഒരുവിധം വണ്ടികൾ മുഴുവൻ ഫുൾ ലോൺ കയറും. പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ലോണാണ്. നമ്മളെ കൂടുതൽ റാഫിക് വീട്ടിലേക്ക് ഉഷാറാണല്ലേ. അതാണ് എന്നാ ലൊക്കേഷൻ പറഞ്ഞത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാല് റിസൾട്ട്. മലപ്പുറം ജില്ലയിലെ തിരൂർ പുത്തനത്താണ് രണ്ടാലാണ്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, വിളിച്ചാൽ ലൊക്കേഷൻ മുട്ടും കൊടുക്കാം. എത്ര മുതലുണ്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്? സ്റ്റാർട്ടിംഗ് വരുന്നത് മാരുതി മുതൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. 30-35,000 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 60,000 രൂപയൊക്കെ സെന്നുകൾ ഉണ്ട്. കുറെ വണ്ടികൾ, ചെറുവണ്ടികൾ കണ്ടമാനുണ്ടല്ലോ അല്ലെ. ഏകദേശം ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്, മാക്സിമം വണ്ടികൾ അല്ലെ. ഒരുവിധം വണ്ടികള് 10-200 വണ്ടികളുണ്ട്. എല്ലാം ഫുൾ ലോൺ കിട്ടുകയാണെങ്കിൽ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ ബ്രസകളുണ്ട്, XUV ഉണ്ട്, സഡാൻ ഉണ്ട്, ആഷ് ബാക്ക് ഉണ്ട്, എല്ലാ വണ്ടികളും ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട്. ഒക്കെ ഫുൾ ലോൺ കൊടുക്കും. ചെറിയ മുടക്കിലുള്ള മാക്സിമം ലോൺ. മെയിൻ ആയിട്ടുള്ളത് സാധാരണക്കാരെ വണ്ടി ഷോപ്പ് അതാണ് പറയണ്ടല്ലേ. എങ്ങനെ പറയാം ആൾക്കാർക്ക് അല്ലെ. ഇനി ബെൻസ് BM ആണ് ചെറിയ മുടക്കിൽ 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ബെൻസ് BM കിട്ടും ചെയ്യും. ആൾക്കെല്ലാം ഡെലിവറി നോക്കാം. ആൾക്കെല്ലാം ഡെലിവറി, ആൾക്കാരുടെ ഫിനാൻസ് ഉണ്ട്. മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്ക് കൊടുക്കാല്ലേ. അതാണ് നിങ്ങളെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ടുള്ള അതേ നമ്മള് പറഞ്ഞു. നമ്മളെല്ലാം എത്തിച്ചേരുന്നത്. അതെ. അപ്പൊ വീഡിയോ കണ്ടല്ലോ, വീഡിയോ നമുക്ക് കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിലേക്ക് അറിഞ്ഞ് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നടക്കുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. റാഫിക, നമ്മളെ സെക്കൻഡ് പാർട്ടിൽ ആത്തോണ്ട് നല്ല അടിപൊളി ഗോൾഡൻ കളർ മാരുതി സെന്നാണല്ലേ. സ്വർണത്തിന് ഭയങ്കര വില അല്ലേ? സ്വർണത്തിന് വില 1,22,000 രൂപ വില ഉണ്ട്. സ്വർണ്ണ മൂസ് വണ്ടി നമ്മൾ സെന്ന് ചെറിയ കൈ കൊടുക്കും. അതെ. എങ്ങനെ മോഡൽ പറഞ്ഞാണ്? 2002 മോഡലാണ്. അല്ല സോറി, 2001 മോഡല്. 2001 മോഡല് എറണാകുളം രജിസ്ട്രേഷൻ ഉള്ള മാരുതി സെന്നാണ് ഈ കിടക്കുന്ന മോഡല്. ഓൾഡ് ഷേപ്പ് ആണല്ലേ. പേപ്പർ എത്ര വേണ്ടതാല്? പേപ്പർ ഇപ്പൊ ടാക്സ് ഒക്കെ പുതിയ നമ്മൾ എടുക്കാണ് കംപ്ലീറ്റ്. ഫുള്ള് പേപ്പർ, ടാക്സ് റിന്യൂവല് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് വണ്ടി കൊടുക്കുള്ളൂ. ഗോൾഡൻ കളർ അല്ലേ. ചെക്കന്മാർക്കാണ് അടിച്ചു പൊളിച്ച് പോകണം. ഫുൾ പേപ്പർ ക്ലിയറിലാണ് 60 രൂപ വരും. വെറും 60,000 രൂപയ്ക്ക് 5 വർഷം പേപ്പർ എടുത്തിട്ട് ടാക്സ് 5 വർഷത്തിന് പുതിയ ഫുൾ പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ എത്ര 60,000 രൂപയ്ക്ക് 5 വർഷം പേപ്പർ കൊടുക്കും. മെക്കാനിക് പരമാവധി ഫുൾ കണ്ടീഷൻ ആയിട്ട് എല്ലാ കണ്ടീഷനാണല്ലേ. ആളുകൾ വന്നു കഴിഞ്ഞാല് വണ്ടി ഓടിച്ചിട്ടെടുത്താൽ മതി. അത് നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്. 60,000 രൂപയ്ക്ക് മാരുതി സെന്നാണ്. 30-31 പേപ്പർ ഉണ്ടാവും. അതേമാതിരി തന്നെ സെന്നസിലാണല്ലോ. ഇത് 2007 മോഡലാണ്. 7 മോഡല്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. മെക്കാനിക് ഒക്കെ സൂപ്പറാണ് വണ്ടി. ഇഞ്ചിനും മെക്കാനിക് ഉഷാറാണല്ലേ. എത്ര പേപ്പർ ഉണ്ടാവും? പേപ്പർ 27 ഉണ്ട്. VXI ആണ്. VXI ആണ്. AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ വിൻഡോ വരുമോ? അതെ, 2 ഡോർ വിൻഡോ VXI വരുള്ളൂ അല്ലേ. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ. ഇതാണ് 1 രൂപ കൂടെ. 1,00,000 രൂപയ്ക്ക് ഒരു മിനി ഇന്നോവ സെന്നസിലെ കൊടുക്കാം നമുക്ക് അല്ലേ. കമ്പനി സീറ്റ് കാര്യങ്ങള് എല്ലാം വരുന്ന വണ്ടി അല്ലേ. ആൾക്കാർ വന്നാൽ തെറ്റിപ്പോല. വന്ന് കണ്ടോട്ടെ, വന്ന് കണ്ട് ഓടിച്ചോട്ടെ, എന്നിട്ട് വണ്ടി എടുക്കാം. നമ്മളൊന്ന് കേക്ക് കൊടുക്കും അല്ലേ. അല്ലേ, കേക്കൂലേ? ഒന്ന് കേക്കിട്ടേ കൊടുക്കുള്ളൂ. അതമ്മ പറയുന്നുണ്ട്. ചൊർക്കാക്കി കൊടുക്കും. 1,00,000 രൂപ സെന്നസിലും എടുക്കാം. 60,000 രൂപയ്ക്ക് മാരുതി സെന്നും കൊടുക്കാം. എന്നാ ഞാനുണ്ടല്ലോ, ഞാൻ 2014 മോഡല്. 14 മോഡല് ഞാനാണല്ലേ. വെള്ള കളറിനാണ്. 14 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 14 ഫുൾ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റാറിംഗ് വരുമല്ലോ അല്ലേ. ഇത് 60,000 രൂപ ഫൈനൽ ഇട്ടുള്ളൂ. 60,000 രൂപയ്ക്ക് ഞാന കൊടുക്കല്ലേ. 2014 മോഡൽ. 14 മോഡൽ അല്ലേ. കച്ചവടക്കാർക്കും പറ്റും. ഇനിയിപ്പോ അതല്ല, ചെറിയ ഫാമിലിക്കും അത്യാവശ്യം എങ്ങനെ കൊടുക്കാൻ പറ്റില്ലേ. സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറാണ്. ആളുകൾ വന്നാൽ മാത്രം മതി അല്ലേ. വന്ന് കണ്ടോട്ടെ, വന്ന് കണ്ട് വണ്ടി നോക്കിക്കോട്ടെ, എന്നിട്ട് കൊണ്ടുപോയിക്കോട്ടെ അല്ലേ. അത് നമ്മള് പറയേണ്ട പരിപാടി അല്ലേ.
അതെ എത്ര രൂപ ആണെങ്കിൽ 60 റുപ്യ 60,000 റുപ്യക്ക് നാന കൊടുക്കുക അല്ലെ ഈ കണ്ട ക്വാളിറ്റിയില് കൈക്ക് കുട്ടപ്പനായി കൊടുക്കും ഫുള്ള് വൃത്തിയാക്കും. അതേമാതിരി ഇതേതാ വണ്ടി കൊളാരീസ് അടുത്ത് മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 30 കിലോമീറ്റർ മൈലേജ് ഉണ്ട് കൊളാരീസ് ആണ് ഈ കിടക്കണ പോലെ. ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ 1,20,000 കൊടുക്കണം. 1,20,000 റുപ്യ കൊളാരീസ് കൊടുക്കുക. അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? 5 പോവുകയും ചെയ്യാ. ബാക്കില് കൊട്ട മാങ്ങ ചട്ടി അങ്ങനെ സാധനം കൊണ്ടുപോകും ചെയ്യാം. എല്ലാത്തിനും പറ്റില്ല. ആൾക്കാർ വന്നോട്ടൊക്കെ ചുരുക്കായിട്ട് വണ്ടി കൊടുക്കുള്ളൂ. എത്ര രൂപ? ഇതാണെങ്കിൽ 1,20,000 കൊടുക്കണം. 1,20,000 റുപ്യ കൊളാരീസ് കൊടുക്കും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ വന്ന് കഴിഞ്ഞ റാഫിക്ക് എങ്ങനെയും കൊടുത്തു വിടും അല്ലെ? ലാഭം ഇഷ്ടപ്പെട്ട കൊടുക്കാല്ലേ? അതേമാർക്ക് ഇവിടെ 2 മാരുതികളുണ്ടല്ലോ. 2002 മോഡല്. 2002 മോഡല് പേപ്പറൊക്കെ 27 5 സ്പീഡ് ജനകരണത്. 5 സ്പീഡ് എന്റെ മാരുതി 22 എത്ര വരെ 27 എല്ലാപ്പുറം ക്ലിയർ ആണല്ലേ? ഇതൊക്കെ MPFI വരുന്നുണ്ട്. MPFI ആണ് വരുന്നില്ല. കിലോമീറ്റർ പിന്നെ ചോദിക്കാത്തല്ലേ? കിലോമീറ്റർ അത് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലേ? എന്നാ അങ്ങനെയാണെങ്കിൽ ഈ 5 സ്പീഡ് മാരുതിക്ക് എത്ര ചോദിക്കണ്ടേ? ഇതാണെങ്കിൽ 35 ഫൈനലായിട്ട് 40,000 ചോദിച്ചാൽ 35,000 റുപ്യക്ക് 1,800 കൊടുക്കാം അല്ലേ? ആൾക്കാർ വന്നാൽ വേണമെങ്കിൽ കുറക്കോ ഇല്ലല്ലോ? അല്ലാതെ കുറച്ച് ഇങ്ങെത്തിക്കും നമ്മള്. അതെ. അതേപോലെ ഈ മാരുതിയോ? ഇത് 2009 ആണ്. 9 മോഡല് മാരുതി. പുതിയ പേപ്പർ എടുത്തുകൊണ്ട് വണ്ടി ആണെങ്കിൽ 70 റുപ്യ ചോദിക്കുന്നുണ്ട്. 65 ഫൈനലായിട്ട് കൊടുക്കാം. 70,000 ചോദിച്ചാൽ മാരുതി 65,000 റുപ്യക്ക് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് മാരുതി കൊടുത്തൊക്കെ MPFI അല്ലേ? ഈ കിടക്കണ ഏത് വണ്ടി കുറിച്ചോളി 60,000 റുപ്യ സെന്നുണ്ട്. 35,000 റുപ്യ മാരുതികളുണ്ട്. ഇതെത്ര അയിമിനോ? 60,000 റുപ്യക്ക് 65,000 റുപ്യക്ക് പുതിയ പേപ്പർ എടുത്തു കൊടുക്കാല്ലോ അല്ലേ? അതേപോലെ ഇതേതാ വണ്ടി? മഹീന്ദ്രന്റെ ലോഗൺ പെട്രോൾ ആണ് വരുന്നത്. റെനോൾട്ടിന്റെ ലോഗണ 2008 മോഡല് വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ട്. ആ 60,000 ഓടിയിട്ടുള്ളൂ. ഓ 60,000 ഓടി ലോഗണാണല്ലേ? ഇത് 90 റുപ്യ ഇട്ട് കൊടുക്കും. 90,000 റുപ്യക്ക് മഹീന്ദ്രന്റെ ലോഗൺ കൊടുക്കാം അല്ലേ? അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? വൃത്തിലുണ്ട്. എന്നാ കാറ്റ് കഴിഞ്ഞാൽ നമ്മള് ക്ലിയർ ആയി കൊടുക്കും. അതൊക്കെ ഫുള്ള് കയർ അടിച്ചു കൊടുക്കും അല്ലേ? റെഡി ആക്കി വണ്ടി എടുക്കുള്ളൂ. ഓല് ഏറ്റവും നമ്മളെ ഇറക്കിങ്ങനെ വിളിച്ചു വെച്ച് വെക്കും നാട്ടിലെ ആ സെറ്റപ്പിലാണ് വണ്ടി. പെട്രോൾ വണ്ടി അല്ല, മെയിൻ്റെനൻസ് ഒന്നും കുറവേക്കാരല്ലേ? ക്ലിയർ ആക്കി കൊടുക്കാം. ഇവിടെ ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫുള്ള് ചെയ്ത് കൊടുക്കാല്ലേ? ഈ അൾട്ടോളൊക്കെ നമ്മൾ തന്നെ ഇത് 2006 ആണ്. 6 മോഡൽ അൾട്ടോ LXI ആണ്. ഇതാണെങ്കിൽ 65,000 റുപ്യ കൊടുക്കട്ടെ. 65,000 റുപ്യക്ക് LXI അൾട്ടോ കൊടുക്കാല്ലേ? വെള്ള കളറാണല്ലേ? ഇപ്പൊ വന്ന നിർത്തിക്കാണ്. ഇനിയിപ്പോ ആൾക്കാരെ വരികയാണ് സെറ്റ് ആയിട്ടാണ് കൊടുക്കൂലേ? 65,000 റുപ്യ LXI അൾട്ടോ കൊടുക്കുക. പോളിഷ് ചെയ്ത് ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ അല്ലേ? 2002 മാരുതിയാണ്. 40 രൂപ കൊടുക്കും. 40,000 റുപ്യക്ക് ഈ മാരുതി കൊടുക്കുക. കുറെ ആൾക്കാർ വന്നോട്ടെ വണ്ടിയിൽ ഏത് നമ്മൾ കൊടുക്കൂലേ? വന്ന വണ്ടി തെറ്റിപ്പോയില്ല. 100-ന്റെ 200-ന്റെ മേലെ വണ്ടി ഉണ്ട് അല്ലേ? ചിരി പോരെ എത്ര തോന്നാ. അടുത്ത വണ്ടി ഡാക്സന്റെ ഗോപ്ലസ് ആണ്. 2 ഗോപ്ലസ് ഉണ്ടല്ലേ? ഇത് ഗോപ്ലസ് ആണ്. തലവിലൊക്കെ ചെയ്ത ഗോപ്ലസ് ആണ്. ഇന്ന് ഈ വെള്ളം വന്ന് തുടങ്ങിയാലോ? ഇത് 2015 വണ്ടിയാണ്. 15 മോഡല് ഗോപ്ലസ് ആണല്ലേ? 29 കേരള 29 ആണല്ലേ? എത്ര ഓടിക്കണെന്നാല്? ഇത് ഓടിക്കണേ 70,000 കിലോമീറ്റർ നിലവിൽ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 3 ആയിക്കണ്. 3ാമത്തെ ഓണർഷിപ്പിലാണ് ഗോപ്ലസ് 7 സീറ്റ് വണ്ടി ഉള്ളത്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ മാഞ്ഞാള പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഇതൊക്കെ പോളിഷ് ചെയ്ത് ചുരുക്കാക്കിയ വണ്ടികൾ കൊടുക്കും അല്ലേ? അത് നമ്മൾ പറയുന്നുണ്ട്. എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ ഈ ഗോപ്ലസ് നമ്മൾ എത്ര ചോദിക്കണ്ടേ? ഇതാണെങ്കിൽ 1,85 ഫൈനൽ 1,85,000 റുപ്യക്ക് വെള്ള കളർ ഗോപ്ലസ് കൊടുക്കാം. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്കൊരു 1,60 വരെ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ആൾക്കാർ വന്നോട്ടല്ലേ? പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം. അതേ മാർക്ക് തന്നെ വീണ്ടും ഡാക്സന്റെ ഗോ ആണല്ലോ? ഇത് ഗോണ്. ഇത് 2015 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 15 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഡാക്സന്റെ ഗോ ആണല്ലേ? ഇതാണെങ്കിൽ നമുക്ക് 1,70,000 കൊടുക്കാം. 1,70,000 റുപ്യക്ക് ഈ ഗോ കൊടുക്കാം. എത്ര ഓടിക്കണമെന്നാല്? ഇത് 60,000 കിലോമീറ്റർ ഓടിക്കണം. ആ ലെവലിലാണ് ഇപ്പൊ നിലവിൽ ഓടിക്കുന്നുണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റ് കാര്യങ്ങള് ഒക്കെ ഉഷാറാണല്ലേ? AC പാസ് ആണെങ്കിൽ 2 ഡോർ വിൻഡോ ഒക്കെ വരുന്നുണ്ടല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ മേജറായിട്ടൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അത് ധൈര്യമായിട്ട് പറയല്ലേ? പെട്രോളിന്റെ അല്ലേ? കംപ്ലൈന്റ് വരില്ലല്ലേ? എത്ര ആയിക്കൊണ്ടാണ്? 1,70,000 കൊടുക്കും. 1,70,000 റുപ്യ ടാക്സിന്റെ ഗോ കൊടുക്കാം. ഈ ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം. ഒരു 1,60 ലോൺ ചെയ്ത് കൊടുക്കും. ആൾക്കാർ വന്നോട്ടല്ലേ? എല്ലാത്ത അതേമാർക്ക് തന്നെ സണ്ണി ഉണ്ടല്ലോ? സണ്ണി വരുന്നത് 2015 ആണ്. 15 മോഡല് സണ്ണിയാണ്. ഗ്രേ കളർ ആണല്ലേ? കാണാൻ ഇമ്പള്ള വണ്ടി.
വൃത്തിയാക്കി കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് 260 കൊടുക്കാം. 2,60,000 കേക്ക് കുട്ടപ്പനാക്കി ഒന്ന് പോളിഷ് ചെയ്ത് ചുരുക്കാക്കി കൊടുക്കും. ഫുള്ള് വൃത്തിയാക്കി അല്ലേ? 2,60,000 ഫൈനൽ. എന്നാ എത്ര ഓടിക്കണം അങ്ങനെയാണെങ്കിൽ? ഓട്ടം ഓടിക്കണം 1:30 ഓടിക്കണം. 1,30,000 കിലോമീറ്റർ ഓടി. അതെ. സെക്കൻഡ് ഓണർഷിപ്പാ? സെക്കൻഡ് നിലവിലുള്ള അല്ലേ? അത്യാവശ്യം ലെഗ് പൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? വൃത്തിയുണ്ട്. പഴയ ലക്ഷറി എന്ന് പറയാം, ഇപ്പോഴും ലക്ഷറി തന്നെയാണ് അല്ലേ? എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും അതും ഉണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാ. സീറ്റ് കാര്യങ്ങൾ അതും ഉഷാറാണ്. 2,60,000 നിസാൻ സണ്ണി കൊടുക്കാം അല്ലേ? ഒരു സണ്ണി കൂട്ടം കൊടുക്കാം. കേരള 55 തിരൂർ രജിസ്ട്രേഷൻ വരുന്നുണ്ടല്ലേ? നമ്മ ലോൺ കയറുന്നാല് ലോൺ നമുക്ക് മാക്സിമം ചെയ്യാം. മാക്സിമം ചെയ്യാം. ലോൺ കയറും. എന്തായാലും 10,20,000 മുടക്കില് സണ്ണി കൊണ്ടുപോകാം. അത് നമ്മൾ പറയുന്നുണ്ട്. റഫീഖ് അടുത്തോണ്ട് വീണ്ടും 7 സീറ്റ് ഗോ പ്ലസ് തന്നെ ആണല്ലേ? അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ? ഇത് 2016 മോഡലാണ്. ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16 മോഡൽ 25,000. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഓ, സിംഗിൾ ഓണർഷിപ്പ് അല്ലല്ലോ. അടിപൊളി അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല. എത്ര ഓടിക്കണം? എത്ര 25,000? 25,000 ഓടിക്കണ്ടില്ലേ? ഡിക്കി സ്പോയിലർ കാര്യങ്ങള്, ഫിറ്റിങ്സ് കാര്യങ്ങള് ഒക്കെ ചെയ്ത വണ്ടിയാണ്. മുമ്പിൽ 3 അങ്ങനെ പോകാൻ പറ്റില്ല. ചെറിയ ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അലവിലിന്റെ കായ്ക്ക് വണ്ടി കൊടുക്കുവോ? ഇതാണെങ്കിൽ നമുക്ക് ഫൈനലാണ് 2:30 കൊടുക്കാം. ₹2 മേലൊക്കെ ലോൺ കൊടുക്കാം. 2,30,000 ഫിറ്റിംഗ്സ് അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത ടാക്സിന്റെ ഗോ പ്ലസ് കൊടുക്കാം. 7 സീറ്റ് ഉണ്ട്. അതെ. അതില് 2:30 ലോൺ കയറുന്ന ₹2 മേലൊക്കെ ലോൺ കയറും. 20,000-30,000 മുടക്കില് ടാക്സിന്റെ ഗോ പ്ലസ് ഇറക്കാം. 25,000 വണ്ടി ഓടിക്കും. ആ വണ്ടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. എന്നാ അതേ മാർക്ക് തന്നെ ടാക്സിന്റെ ഗോ ആണല്ലോ. ഗോ അത് 2014 14 മോളില് ടാക്സിന്റെ ഗോ ആണല്ലേ? ആകെ 60,000 ഓടിയിട്ടുള്ളൂ വണ്ടി. ആകെ 60,000 ഓടിയിട്ടുള്ളൂ. ഇത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഓണർഷിപ്പ് 3ാമത്തേലും എടുക്കുന്നത്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. അതെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങൾ ക്ലീൻ വണ്ടിയാ. അങ്ങനത്തെ പ്രശ്നങ്ങള് ഒന്നുമില്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇന്ത്യയിലൊക്കെ അല്ല മിയ വണ്ടിയില്ല. റീപ്ലേസ് ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഗ്യാരണ്ടി ആണല്ലോ അല്ലേ? അതെ. എത്ര ആയിക്കണ്ടേ? ഇതാണെങ്കിൽ 1.65 ഫൈനൽ ഇട്ടി കൊടുക്കാം. 1,65,000 ടാക്സിന്റെ ഗോൺ കൊടുക്കാം അല്ലേ? അത് മോഡൽ കൂടിയുണ്ട്. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോൺ ₹1.5 മേലൊക്കെ ലോൺ കയറും. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാം. അതേ മാർക്കാണ് വീണ്ടും ഒരു സണ്ണിയാണല്ലോ. ഇത് 2012 മോഡൽ സണ്ണി. 12 മോഡൽ നിസാൻ സണ്ണിയാണ്. അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്നുണ്ട്. എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടോ 1:30. 1,30,000 ഓടിക്കണോ? സെക്കൻഡ് ഓണർഷിപ്പ് പറഞ്ഞേ? സെക്കൻഡ്. ഇതൊക്കെ കേക്ക് കുട്ടപ്പനായിട്ട് വണ്ടി കൊടുക്കൂലേ? വൃത്തിയാക്കി കൊടുക്കാം. ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കിയ വണ്ടി കൊടുക്കുള്ളൂ. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ലോ അല്ലേ? XP ആണ്. ബട്ടൺ സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. റിയർ ബാക്ക് AC കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഇതാണെങ്കിൽ ₹2.5 ഫൈനൽ ഇട്ട് കൊടുക്കാം. 2,50,000 നിസാന്റെ സണ്ണി കൊടുക്കാം അല്ലേ? അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇത് ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് ₹2 മേലൊക്കെ ലോൺ ചെയ്യാം. ലോൺ കയറും. 50,000-40,000 മുടക്കില് നിസാൻ സണ്ണി ഇറക്കാം അല്ലേ? കൊടുക്കാം. അതേമാതിരി ഇയോ ഉണ്ടല്ലോ. ഇയോൺ എങ്ങനെ മോളിന്റെ? ഇയോൺ 2015 ആണ്. 15 മോളില് ഇയോണാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 70,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലേ? ഇത് ഓപ്ഷൻ ആയിരുന്നു. ഇത് ഇറ പ്ലസ് ആണ് വരുന്നത്. ഇറ പ്ലസ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? സോറി, ഇറ അല്ല, മേഘനാണല്ലേ? ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു മഞ്ഞല്ലേ? ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ ആണെങ്കിൽ 1.85 കൊടുക്കാം. 1.70 ലോണും കൊടുക്കാം. 1.85 ചോദിക്കണ്ട്. 1,70,000 വരെ ലോൺ കയറും. 15,000 മുടക്കില് യോണുകളില് അല്ലെങ്കിൽ 10,000 മുടക്കിലെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ലോണാണ്. അതേ മാർക്കാണ് വീണ്ടും നിസാൻ സണ്ണി ആണല്ലോ. സണ്ണി 2012 മോഡലാണ്. 12 മോഡൽ സണ്ണിയാണ്. 99 നമ്പർ എന്തില്ല? XP ബട്ടൺ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടോ ഓടിക്കണം 1.35 ഓടിക്കണം. 1,30,000 ഓടിക്കണോ? ഇത് ₹2.5 കൊടുക്കാം നമുക്ക് വേണ്ടി. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ₹2,00,000 വണ്ടി കൊടുക്കാം അല്ലേ? 2.30-40 ലെവലിൽ ലോണും കയറും. ₹2 മേലൊക്കെ നമുക്ക് ലോണും കയറ്റി കൊടുക്കാം അല്ലേ? പ്രൊഫൈലാക്കിട്ട് മാക്സിമം ലോൺ കയറ്റി കൊടുക്കും. ആൾക്കാർ വന്നാൽ മാത്രം മതി അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? അതേ മാർക്കന്റെ റെനോൾട്ടിന് വണ്ടിയാണല്ലോ. സ്കാല
സ്കേല റെനോൾട്ടിന്റെ സ്കേല ആണല്ലേ 2016-17 രജിസ്റ്റർ ഉള്ള വണ്ടി 16-17 രജിസ്ട്രേഷൻ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി കേരള 75-04-04 നമ്പറും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ലോൺ കിട്ടൂല ലോൺ കയറില്ല റെനോൾട്ടിന്റെ വണ്ടി അത് ഇതാണ് ഫൈനൽ ആണെങ്കിൽ നമുക്ക് 2,70,000 കൊടുക്കാം 2,70,000 സന്നിമാരുള്ള അടിപൊളി സ്കേല കൊടുക്കാല്ലേ 20 കിലോമീറ്റർ മൈലേജ് ഉണ്ട് ഡീസലിന് 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടല്ലേ ഓ റെനോൾട്ടിന്റെ സ്കേല ആണല്ലേ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെ എല്ലാം ഉണ്ട് സണ്ണി മാറി പോകാം അതെ എത്ര ഓടിക്കണെന്ന് 1.5 അടുത്ത് ഓടിക്കുന്നു നിലവിൽ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് നിലവിൽ 2 ടൈപ്പ് നിലവിലുള്ളല്ലേ എന്നാ റീപ്ലേസ് കാര്യങ്ങള് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഫുൾ ഓപ്ഷൻ വണ്ടില്ല ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര 2,70,000 കൊടുക്കും 2,70,000 നല്ല അടിപൊളി ലക്ഷറി വണ്ടികൾ കൊടുക്കാല്ലേ ആൾക്കാർ വന്നാൽ തെറ്റിപ്പോലും അതാണ് പറയുന്നുണ്ട് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് 20 മേലെ മൈലേജ് കിട്ടും എന്തായാലും 20 മേലെ അതാണ്ട് അടുത്ത വണ്ടി ഇയോണ് വീണ്ടും എങ്ങനെ മോളുണ്ട് ഇയോൺ ഇത് 2014 മാഗ്ന പ്ലസ് ആണ് 14 മോളില് മേഘന പ്ലസ് ഇയോണാണ് പറയുന്നില്ലേ എത്ര ഓടിക്കണെന്നാല് ഇത് ഓട്ടോ ഓടിക്കണത് 70,000 കിലോമീറ്റർ 70,000 കിലോമീറ്റർ നിലവിൽ ഓടിക്കണോ എന്നാ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് 3 ആയിക്കും മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളല്ലേ അതെ എന്നാ റീപ്ലേസ് ഉണ്ടോ ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ആക്സിഡന്റ് കാര്യങ്ങള് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ആളുകൾ വന്നാൽ മാത്രം മതിലെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണല്ലേ എല്ലാം വൃത്തിയിലുണ്ടല്ലോ അല്ലേ ആൾക്കാർ വന്നാൽ തെറ്റിപ്പോവില്ല വന്ന് കണ്ടോട്ടെ അതാറുണ്ട് അത് നമ്മള് ഗ്യാരണ്ടി പറയണ്ടല്ലേ എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ ഈ ഓണത്തിന് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതാണെങ്കിൽ 1,80,000 കൊടുക്കും 1,80,000 ഈ ഓണം കൊടുക്കും നമ്മള് അല്ലെ ഇനി ലോണൊക്കെ ആണെങ്കിൽ ഫുൾ ഓണം കയറ്റി കൊടുക്കാം 1,60,000 മേലൊക്കെ ലോൺ കിട്ടും കയറും 14-20 മുടക്കിൽ ഈ ഓണുകൾ കൊണ്ടുപോകല 10-18 എന്തായാലും പെട്രോൾ മൈലേജും കിട്ടും ട്രാഫിക് ഉണ്ടായ ഗഡ്സ് ആണത് 2008 മോഡൽ വണ്ടി 8 മോഡൽ ഗഡ്സ് ആണ് അലവില് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പോളിഷ് ചെയ്തിട്ട് വണ്ടികൾ കൊടുക്കും ചില വൃത്തിയാക്കിയിട്ടാണെങ്കിൽ 80 രൂപ ഫൈൻ 80,000 ഫുള്ള് ക്ലിയർ ആക്കി ചൊറുക്കായിട്ട് വണ്ടികൾ കൊടുക്കും വൃത്തിയാക്കിയിട്ട് കൊടുക്കാം അതൊരു ഫോർഡ് ഫിഗർ ഉണ്ടല്ലോ ഇത് 2012 ആണ് ഇതാണെങ്കിൽ നമുക്ക് 90,000 ഡീസൽ ഫോർഡ് ഫിഗർ കൊടുക്കാം അല്ലേ അതേമാതിരി ഏസ്റ്റാറുകൾ ഉണ്ടല്ലോ ഏസ്റ്റർ ചിലർ വൃത്തിയാക്കാണ്ട് 11 വണ്ടിയാണ് ഈ കോലത്തിലാണെങ്കിൽ 1,00,000 1,00,000 ഈ കോലത്തിലോ 11 മോളിൽ ഏസ്റ്റർ കൊടുക്കുക ടച്ച് ചെയ്യാണ്ട് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കിയാണ് ചില്ലാനും കൂടും ചെയ്യും അതേമാതിരി 2 വാഗണർ ഉണ്ടല്ലോ ഇത് 2007 മോഡലാണ് വണ്ടി 7 മോഡൽ വാഗണർ എത്ര ആയിട്ടുണ്ട് VXI ആണ് ഇതാണെങ്കിൽ നമുക്കൊരു 1,10,000 കൊടുക്കാം 1,10,000 വാഗണർ VXI കൊടുക്കുക അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ സീറ്റ് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് 4 ടയറും ടയറ് കാര്യങ്ങൾ അതും ഫുൾ ആണല്ലേ എടുക്കുന്നവർക്ക് പണികളൊന്നും വല്ല ഉണ്ടാവില്ല 1,10,000 വാഗണർ കൊടുക്കൂല അതെ അതായത് ഗോൾഡൻ കളർ വാഗണർ ഉണ്ടല്ലോ ഇത് 2007 വണ്ടിയാണ് ഒരു 60,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും 7 മോളിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഗോൾഡൻ കളറാണിത് ഇതാണെങ്കിൽ 1,30,000 ഫൈൻ ഇട്ട് കൊടുക്കും 1,30,000 വാഗണർ അല്ലേ അത് ഗോൾഡൻ കളറാണ് 27 പേപ്പറിലുണ്ട് വൃത്തിക്കാരൻ വണ്ടി അല്ലേ സിംഗിൾ ഓണർഷിപ്പ് അതെ സെക്കൻഡ് ഓണർഷിപ്പ് വാഗണർ അല്ലേ ഗോൾഡൻ കളറാണ് ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആൾക്കാർ വന്നാൽ ഇതൊന്നും തെറ്റിപ്പോലല്ലേ ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ അടുത്ത വണ്ടി വീണ്ടും വാഗണർ ആണല്ലോ ഇത് 2006 മോഡലാണ് 6 മോഡല് വാഗണറാണ് ഈ കിടക്കുന്ന പോലെ 2005 പേപ്പർ തീർന്നു പുതിയ പേപ്പറും എടുക്കുക കംപ്ലീറ്റ് 5 വർഷം പേപ്പർ എടുത്തിട്ട് ഈ വാഗണർ കൊടുക്കും VX ആണ് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ആണ് VXI ഉണ്ടോ VXI ഇല്ല VX ആണ് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് ബാക്ക് വൈഫർ കാര്യങ്ങള് AC ഫാസ്റ്റ് 4 വിൻഡോ വരും ഈ വാഗണർ എത്ര കൊടുക്കാം നമുക്ക് ഇത് പേപ്പർ പുതിയ എടുത്തിട്ടാണ് 90,000 കൊടുക്കുന്നത് 90,000 5 വർഷം പേപ്പർ ഈ വാഗണർ 90,000 കൊടുക്കൂലേ ഫുൾ പേപ്പർ ക്ലിയറിലുണ്ട് അതായത് ഈ സാൻഡ്രോ അങ്ങനെ സാൻഡ്രോ 2012 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് 80,000 കിലോമീറ്റർ ഓടിക്കും 1,10,000 കൊടുക്കും 1,10,000 80,000 കിലോമീറ്റർ ഓടിയ സാൻഡ്രോ കൊടുക്കും നമ്മള് അല്ലേ പിന്നെ സാൻഡ്രോ 2003 ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതാണ് 80,000 കൊടുക്കുക 80,000 സാൻഡ്രോ കൊടുക്കില്ലേ നല്ല ക്വാളിറ്റി ഉള്ള 3 മോൾ എത്ര പേപ്പർ ഉണ്ട് 28-29 പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറുള്ള സാൻഡ്രോ 80,000 പിന്നെ അത് 2006 ആണ് അത് 75,000 രൂപ ഈ സാൻഡ്രോ 75,000 നീല കളർ അല്ലേ ഓ ഒക്കെ പെട്രോൾ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അല്ലെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ ഒക്കെ കമ്പനി തന്നെ വരുന്നത് അതേമാതിരി അല്ലേ വേറെ റീപ്ലേസ് മേജർ കാര്യങ്ങള് ഒരു പരിപാടി ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ അതേമാതിരി തന്നെ ഈ ഏസ്റ്റാർ അങ്ങനെ ഏസ്റ്റർ 2009 ആണ്
9 മോളിൽ എ സ്റ്റാർ എത്ര ഉണ്ട്? 29 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. VXI ആണ്. ഇതാണെങ്കിൽ 1.20 കൊടുക്കാം. 1,20,000 രൂപയ്ക്ക് VXI എ സ്റ്റാർ കൊടുക്കാല്ലേ? ഇതേ പേപ്പറിൽ 5 വർഷം പേപ്പർ കൊടുക്കുക. പിന്നെ അത് നിസാൻ മൈക്ര പൾസ് ആണ് തന്നെ. പൾസ് ആണ്. 2012 മോഡലാണ്. 12 മോഡൽ പൾസില് 1.70 കൊടുക്കാം. 12 മോഡൽ പൾസ് ആണ്. 1,70,000 രൂപയ്ക്ക് പൾസ് കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഒക്കെയുണ്ട്. ലോണ് കയറുമോ? ലോണ് ചോദിച്ചു നോക്ക. ചെറിയ ഉണ്ടെങ്കിൽ തന്നെ കേറുള്ളൂ അല്ലേ? റെഡി കായ്ക്കാർക്കല്ലേ? സ്വർണം വെക്കോ അല്ലെ? വീട്ടിൽ വെച്ചിട്ട് എന്തിനാ ഗോൾഡ് വെച്ച് എടുക്കില്ല. അതല്ല അവലെ. ഓക്കെ. വീണ്ടും വീണ്ടും എ സ്റ്റാർ വെള്ള കളറല്ലേ? 2010 പുതിയ പേപ്പറില് 20-30 പേപ്പർ ഉണ്ടാവും. പേപ്പറില് എ സ്റ്റാർ കൊടുക്കുക. എത്ര വയ്ക്കാം? ഇത് VXI ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ഇതാണെങ്കിൽ നമുക്ക് ഫൈനലാണെങ്കിൽ ഒരു 1.20 കിട്ടും. 1,20,000 രൂപയ്ക്ക് എ സ്റ്റാർ കൊടുക്കല്ലേ? ഓ, അതേപോലെ വാഗണർ ഉണ്ടല്ലോ. വാഗണർ 2010 മോഡല് പുതിയ പേപ്പറാണ് വണ്ടി. 4 ടയർ പുതിയത് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 10 മോഡല് 5 വർഷം പേപ്പറുള്ള വാഗണറാണ് ഈ കളിക്കുന്നുണ്ട്. ടയറ് കാര്യങ്ങള് എല്ലാം ഉണ്ട് അല്ലേ? എത്ര ആയിക്കുണ്ട്? ഇതാണെങ്കിൽ നമുക്ക് ഫൈനലാണെങ്കിൽ 1.60 കൊടുക്കാം. 1,60,000 രൂപയ്ക്ക് വാഗണറല്ലേ? ഫുൾ പേപ്പർ ക്ലിയർ വണ്ടി. ആൾക്കാർ പറഞ്ഞ തെറ്റിപ്പോല. പിന്നെ സ്റ്റിംഗർ വണ്ടി. വാഗണർ സ്റ്റിംഗർ ആണ് ഈ കളിക്കുന്ന പോലെ അല്ലേ? LXI ആണ്. LXIയില് 2013-14 വണ്ടി. 13 മോഡൽ 14 രജിസ്ട്രേഷൻ ഉള്ള വാഗണർ സ്റ്റിംഗർ ആണ് അല്ലേ? ഹൈറ്റും വെയിറ്റുള്ള വണ്ടി അല്ലേ? സീറ്റ് കാര്യങ്ങള്, AC ബസ്, 2 ഡോർ വിൻഡോ കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് അല്ലേ? ഇതിപ്പോ റീപ്ലേസ് ഉണ്ടെന്നാല് മേജർ ആയിട്ടൊന്നുമില്ല. മേജർ കാര്യങ്ങള് ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ലാത്ത വണ്ടി. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇതാണെങ്കിൽ ഫൈനലാണെങ്കിൽ നമുക്ക് 2,40,000 കൊടുക്കാം. 2,40,000 രൂപ സിംഗിൾ കൊടുക്കാം അല്ലേ? ആൾക്കാരെന്നാ കുറച്ചും കൊടുക്കാം. ലോണും കയറും. ലോൺ മാക്സിമം ചെയ്യാൻ പറ്റും. 2 ലോൺ ചെയ്യാം. അതേമാതിരി തന്നെ കിടിലം കിട്ടാളുണ്ടല്ലോ. കിഡ് 2015-16 ആണ്. 15 മോഡല് 16 രജിസ്ട്രേഷൻ ഉള്ള കിഡാണ്. വെള്ള കളറിൽ കിടക്കുന്ന പോലെ അല്ലേ? എത്ര ഓടികള്? നല്ല ഇത് 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ നിലയിൽ ഓടികളൂ. എന്നാ ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് ഇത് 3ാമത്തെ ഓണർഷിപ്പിലാണ് കിഡിന്റെ ഇത് വരുന്നത് അല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? RX ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? എത്ര ആയിക്കണോ നല്ല കിഡിന്? 2,10,000 കൊടുക്കുന്നത്. 2,10,000 രൂപ കിഡ് വെള്ള കളർ കൊടുക്കാം. ട്രാഫിക് അടുത്ത വണ്ടി അടിപൊളി I10 ഗ്രാൻഡ് ആണത്. I10 ഗ്രാൻഡ് 2011 വണ്ടിയാണ്. 11 മോഡൽ I10 ഗ്രാൻഡ് കിണ്ണങ്ങാച്ച വണ്ടിയില്ല. കിണ്ണങ്ങാച്ച സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വൃത്തിയുള്ള വണ്ടി. വൃത്തിക്കാരൻ ക്വാളിറ്റിക്കാരൻ വണ്ടി. കാപ്പ 2 എത്ര ഓടികളാല്? ഇതാണെങ്കിൽ 1,40,000 കൊടുക്കാം. 1,40,000 രൂപ വണ്ടി കൊടുക്കാം. 1.2 ആണല്ലേ? നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓടിക്കാരും കാര്യങ്ങളൊക്കെ. എത്ര വണ്ടി ഓടികളാല്? ഓട്ടോ ഓടിക്കണോ 90,000. 90,000. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 3 ആയിട്ടുള്ളൂ നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. അങ്ങനത്തെ മാഞ്ഞാള പരിപാടികൾ ഒരു പരിപാടി ഇല്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ആൾക്കാർ വന്നാൽ തെറ്റിപ്പോല. എത്ര ആയിക്കണോ? 1,40,000 കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് I10 ഗ്രാൻഡ് കൊടുക്കാം. കാപ്പറ്റ് 1.2 ഇഞ്ചൻ വരുന്നുണ്ടല്ലേ? നല്ല വൃത്തിലുണ്ട്. അതേമാർക്ക് തന്നെ ലോണ് വരല്ലോ. ലോണ് കിട്ടും ചോദിക്കണം. ചെറിയ അന്വേഷിച്ച് നോക്കല. ചെറിയ വട്ടത്തിൽ കയറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്രോൾ ആകുമ്പോൾ 10,000-15,000 മൈലേജും കിട്ടും. എന്നാ അതേമാർക്ക് തന്നെ ഒരു നിസാന്റെ മൈക്ര ആണല്ലോ. മൈലേജിലാണ് മൈക്ര 2011 മോഡൽ. 11 മോഡൽ മൈക്രാണ്. അത്യാവശ്യം മൈലേജിലുണ്ട്. XV ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓൺ അല്ലേ? ബട്ടർ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം വരുന്നുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് പ്രീമിയത്തിൽ വരുന്ന വണ്ടിയാണ്. അതായത് അരവിയില് കാര്യങ്ങളൊക്കെ വരും. പ്രീമിയത്തിലാണ് അരവില് വരുന്നുണ്ടല്ലോ അല്ലേ? നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണെങ്കിൽ 1,75,000 കൊടുക്കുന്നത്. 1.25 ലക്ഷം രൂപയ്ക്ക് മൈക്രോ കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ട് വണ്ടിക്ക്? മേജർ ആയിട്ട് ഉണ്ടാവില്ല. ക്ലാസ്സും എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അല്ലേ? മേജർ കാര്യങ്ങളൊന്നും ഇല്ലാതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. എത്ര രൂപ? 1,70,000 കൊടുക്കും. 1,70,000 രൂപ നിസാൻ മൈക്രോ മൈലേജിന്റെ രാജാവ് കൊടുക്കാം. എന്നാ അതേമാർക്ക് തന്നെ സ്വിഫ്റ്റ് ഉണ്ടല്ലോ. സ്വിഫ്റ്റ് 2006 മോഡലാണ്. 6 മോഡൽ സ്വിഫ്റ്റ് ആണ്. എത്ര പേപ്പർ ഉണ്ട്? 2007 രജിസ്റ്റർ ഉള്ളത്. 6 മോഡൽ 7 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. 27 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. VXI ആണ് വരുന്നത്. VXI പെട്രോൾ വണ്ടി ആണ്. പെട്രോൾ വണ്ടി
എത്ര ഓടിക്കണെന്നാല്? ഇത് ഓട്ടോ ഓടിക്കണത് ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ടോ? ഒന്നിന്റെ ഉള്ളിലാണ് നിലവിൽ ഓടിക്കുന്നത്. സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറാണല്ലേ? ആ ഒരു പേടി പേടിച്ചണ്ട, അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലേ? എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ ഈ പെട്രോൾ സ്വിഫ്റ്റിന് നമ്മൾ എത്ര നമ്മൾ ചോദിക്കുന്നത്? 1,10 കൊടുക്കാം. 1,10,000 സ്വിഫ്റ്റ് കൊടുക്കുക അല്ലേ? 7 മോളില് 27 പേപ്പറിലുണ്ടല്ലേ? അതും പെട്രോളിന് VX വണ്ടി. അതെ. അതേ പറഞ്ഞ ഡാക്സന്റെ റെഡിക്കോണല്ലോ. റെഡിക്കോ 2017 മോളിലാണ്. 17 മോളിൽ റെഡിക്കോ. ആ കേരള 82 ആണല്ലേ? എത്ര ഓടിക്കണമെന്നല്ലേ? ഓട്ടോ ഓടിക്കണ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ ഓടിയ ഡാക്സന്റെ റെഡിക്കോ അല്ലേ? ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടിയില്ല. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം വൃത്തിയിലുണ്ടല്ലോ അല്ലേ? എടുക്കുന്നതൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എണ്ണ അടിച്ചോടിയാൽ മാത്രം മതി. എത്ര ആയിക്കണല്ലേ? ഇതാണെങ്കിൽ 2 രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് ടാക്സിന്റെ റെഡി കൊടുക്കാം അല്ലേ? മാക്സിമം ലോൺ കൊടുക്കുന്നു. മാക്സിമം ഫുൾ ലോൺ തന്നെ കയറും. 80,000 ലോണും കയറും. എന്നാ അതേ മാർക്കാണ് വീണ്ടും റെഡി ആണല്ലോ. ഇത് 2016 ആണ്. 16 മോളിൽ റെഡി ആണല്ലേ? എന്നാ കിലോമീറ്റർ കാര്യങ്ങള്? ഇത് കിലോമീറ്റർ ഓടിക്കണത് 65,000. 65,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. എന്നാ ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് 3ാമത്തെ കിടക്കുന്നു നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ലല്ലേ? ടയറ് കാര്യങ്ങള് എല്ലാം ഷാറിലെ വണ്ടി. ആൾക്കാർ വന്നാ തെറ്റിപ്പോല, അത് നമ്മൾ പറയണ്ടല്ലേ? വന്ന് കണ്ടോട്ടെ, വന്ന് കണ്ട് നോയിക്കോട്ടെ, അതാണ്ട്. എന്നാ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഗ്രേ കളർ റെഡി എത്ര ചോദിക്കുന്നുണ്ട്? ഇതാണെങ്കിൽ ഫൈനൽ ആണെങ്കിൽ നമുക്ക് 1,70,000 കൊടുക്കാം. 1,70,000 ടാക്സിന്റെ റെഡി കൊടുക്കാം അല്ലേ? നല്ല വൃത്തിലുണ്ട്. അതേപോലെ ഷവർലറിന്റെ ബീറ്റ് ആണത്. ബീറ്റ് വെറും 70,000 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ബീറ്റ് ആണ്. വേറെ 70,000 ഓടിയിട്ടുള്ളൂ. അത് നമ്മള് ഗ്യാരണ്ടി. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ പീസ് ക്ലിക്കുഞ്ഞു വണ്ടില്ലേ? പക്കാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ഉണ്ട് അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി കൊടുക്കാം അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. LT ആട്ടാ ഏറ്റവും ഫുൾ ഓപ്ഷൻ. LT ഓപ്ഷൻ പറ്റില്ലേ? ഓടിച്ച ആരും എടുത്തുണ്ടോ? അത്രയും ഉഷാറാണല്ലേ? അത് നമ്മൾ പറയണ്ടേ. സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിൽ നല്ല വൃത്തിയിലുള്ള ഉണ്ടല്ലേ? അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ ബീറ്റ് നമ്മൾ ചോദിക്കുന്നത് 70,000 ഓടിയ വണ്ടിക്ക്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1,10,000 കൊടുക്കും. 1,10,000 70,000 ഓടിയ ബീറ്റ് കൊടുക്കാം. പെട്രോൾ ആയിട്ട് വരുന്നത്. പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് കാര്യങ്ങൾ കുറവേക്കാരം. അതാ നമ്മൾ പറഞ്ഞ വർത്താനല്ലേ? റെഡി കായ്ക്ക് വണ്ടി ഇറക്കും 1,10,000. അതേമാതിരി ടാറ്റ ടിയാഗോ ആണല്ലോ. ടിയാഗോ ഫുൾ ഓൺ ആയിട്ട് കിട്ടുന്ന വണ്ടിയാണ്. 2018 മോഡൽ. 18 മോഡല് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ ടാറ്റന്റെ ടിയാഗോ ആണല്ലേ? ആ, എന്നാ എത്ര ഓടിക്കണമെന്നല്ലേ? ഇത് ഓട്ടോ 1ന്റെ പുറത്ത് ഓടിക്കണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 1ന്റെ പുറത്ത് ഇപ്പൊ നിലവിൽ ഓടിക്കണം. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 1ന്റെ പുറത്ത് ഓടിക്കണോ? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? എന്നാ റീപ്ലേസ് കാര്യങ്ങള്? മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളില്ല. ഒരു പരിപാടില്ല. ആക്സിഡന്റ് ഇല്ല വണ്ടി. നമ്മൾ ധൈര്യമായിട്ട് പറയും. AC പവർ സ്റ്റാറിംഗ് പറയുന്ന വണ്ടിയാണ്. വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുപണ്ട LCD കാര്യങ്ങൾ അതും ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ വരുന്നത് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 25 മേലേക്ക് മൈലേജ് ഉണ്ട്. 25 മേലേക്ക് മൈലേജ് ഉണ്ട്. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ? അത് നമ്മൾ ഗ്യാരണ്ടി പറയുന്നുണ്ട്. എത്ര വയ്ക്കണ്ടേ? ഇതാണ് നമുക്ക് 3 രൂപ വയ്ക്കണം. 3 രൂപ മേപ്പ് ലോൺ കൊടുക്കുന്നത്. 3 ലക്ഷം വെച്ചാൽ 3ന്റെ മേപ്പിട്ട് ലോണും കയറ്റി കൊടുക്കും. 19 രജിസ്റ്ററും ഉണ്ട്. അതാറുണ്ട്. അതേ മാർക്കന്നെ വീണ്ടും ടിയാഗാണല്ലോ. ഇത് 2017 രജിസ്റ്ററുള്ള വണ്ടി. എക്സെറ്റ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി. പെട്രോളാ വരുന്നത്. എക്സെറ്റ് ആണ് അല്ലേ? പെട്രോൾ വണ്ടിയാണ് ടിയാഗ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ ഓടിക്കണം 1,10,000. 1,10,000 കിലോമീറ്റർ നിലയിൽ ഓടിക്കണം. റീപ്ലേസ് കാര്യങ്ങള് മേജറായിട്ടൊന്നുമില്ല. ഒരു പരിപാടിയില്ല. അത് എല്ലാവരും പറയാലേ? സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? LCD കാര്യങ്ങൾ അതും ഉണ്ട്. പെട്രോൾ വണ്ടിയാണ്. എന്നാ കംപ്ലൈന്റ് വരില്ല. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവും അല്ലേ? എല്ലാം കൊണ്ടും മിയായിട്ടുള്ള വണ്ടി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ ടിയാഗ് നമ്മൾ ചോദിക്കുന്നത്? 2,80,000 കൊടുക്കും. 2,80,000 ടിയാഗ് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. 2,60,000 ലോൺ കയറും. വെറും 10,20,000 മുടക്കിൽ ടിയാഗ് ഇറക്കാം പെട്രോൾ വണ്ടി അല്ലേ? ഞാൻ അടുത്ത അടിപൊളി ബെൻസ് ഉണ്ടല്ലോ. ഏതാ മനസ്സിലാ? ഏതാ മോഡലുണ്ട്? 2001 മോഡല്
പുതിയ പേപ്പർ എടുത്തിരുന്നു, കംപ്ലീറ്റ് പുതിയ പേപ്പർ. 2001 മോഡല് ബെൻസ് ആണ് ഇതിലെ ഒരു കപ്പൽ ബെൻസിലെ എറണാകുളം രജിസ്ട്രേഷൻ ഓടിച്ച വണ്ടി കൊണ്ടുപോകും. വണ്ടി ഓടിച്ച വണ്ടി കൊണ്ടുപോകും. ഓട്ടോമാറ്റിക്കിലെ മാനുവൽ വരിക. മാനുവൽ തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 16-17 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. മൈലേജ് ഉണ്ടല്ലേ? ഓ, നടന്നിട്ടുണ്ട് എത്തൂലല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. 5 വർഷം എല്ലാ പേപ്പറും ക്ലിയറാ. ഫുള്ള് പുതിയ എടുക്കണം കംപ്ലീറ്റ്. എല്ലാ പേപ്പർ എടുത്തിട്ടേ കൊടുക്കുള്ളൂ. അതാ പറയുന്നുണ്ട്. എന്നാ അങ്ങനെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് ഫൈനൽ ആണെങ്കിൽ നമുക്കൊരു 3 ഉറുപ്പിക കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ബെൻസ് കൊടുക്കല്ലേ? 5 വർഷം പേപ്പർ എടുത്ത് ക്ലിയർ ആയിട്ട് കൊടുക്കുക. ഫുള്ള് ക്ലിയർ ആക്കി. ഡീസൽ അല്ലേ വരുന്നത്? എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും 15 മേലെ ഉണ്ടാവും. ആ ലെവലില് ഡീസലില് മൈലേജും കിട്ടും. 3 ലക്ഷം രൂപയ്ക്ക് ബെൻസിലെ. അതെ ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചെറുപടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് അറിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.